ഞങ്ങളൊരു സ്റ്റേക്കേഷന് പോവാണ് കുട്ടിക്കാനത്ത്. അപ്പം ഓൺ റൂട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ സ്നാക്സ് വെള്ളമൊക്കെ മേടിക്കാൻ വേണ്ടി ചേട്ടൻ ഒരു ബേക്കറി നിർത്തി അപ്പം അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. കണ്ടിട്ട് നമ്മളും എല്ലാവരും നമ്മൾ നല്ല എക്സൈറ്റഡ് ആണ്. കുറച്ച് നാളത്തേക്ക് ശേഷം നമ്മൾ ഒരു സ്റ്റേക്കേഷൻ വീണ്ടും പോവാണ്. ലാസ്റ്റ് പോയത് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ലാസ്റ്റ് നമ്മൾ ഒരുമിച്ച് പോയത് എനിക്കൊന്ന് പൂവാറാണ് പോയത്. അപ്പോൾ ഇത്തവണ നമ്മൾ കുട്ടിക്കാലത്താണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു യാത്ര, ഈ ഒരു ജേർണി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ നിർത്തിയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വെളിയിലുള്ള കലാപരിപാടികളാണ് കേട്ടോ കാണുന്നത്. അപ്പം മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. മഴ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ബാക്കി പോകുന്ന നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ റിസോർട്ടിൽ. ആൻഡ് ഇതൊരു പ്രൈവറ്റ് അല്ലേ, ഒരു പ്രൈവറ്റ് റിസോർട്ടാണ് കേട്ടോ. ഒരുപാട് അങ്ങനെ ഉള്ളിലോട്ടൊക്കെ വരണം. ബട്ട് നല്ല വൈബുണ്ട്, നല്ല ഗ്രീനറിയാണ് ഫുൾ ഓഫ്. അത് ഈ റോഡ് ജസ്റ്റ് നേരെ മേലോട്ട് ചെന്നിട്ട് മേലിൽ ചെന്നിട്ട് അങ്ങോട്ട് കയറുന്നില്ല. വില്ലയുടെ ഫ്രണ്ടിലേക്ക് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് മേലേക്ക്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇവിടെ ഒരാൾ താണ്ട കിടപ്പുണ്ട്. നല്ല അടിപൊളി റൂമാണ്, അടിപൊളി വ്യൂ ആണ്. ഇവിടെ നമുക്കൊരു ചെറിയൊരു ടേബിൾ, ചെയർ, പിന്നെ ഇവിടെ ഒരു കൗച്ചുണ്ട്. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബാൽക്കണി വ്യൂ ആണ് കേട്ടോ. ബാൽക്കണി നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, അതുകൊണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം. ഇവിടെ ചെയർസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇന്നത്തെ ഡേ നമുക്ക് ഫുൾ നമുക്ക് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ കോഫി വന്നു, പുറത്ത് പോയി കഴിക്കണം എന്നായിരുന്നു പ്ലാൻ. പക്ഷെ നല്ല മഴ വെളിയിൽ. സ്നാക്സായിട്ട് നമുക്ക് ഉണ്ണിയപ്പവും കേക്കും ഉണ്ട്. നമുക്ക് കോഫി, നല്ല മഴ, കോഫി വിത്ത് ഫാമിലി. ഹലോ, അങ്ങനെ ഞങ്ങൾ വന്നൊന്ന് ഫ്രഷായി ഞങ്ങളൊന്ന് പുറത്തോട്ട് പോവാണ്. ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു, ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാൻ പോവാണ്. നമ്മുടെ കുട്ടിയെ കുട്ടികളായിട്ട് റെഡിയായി. സോറി, ടി വി ഇട്ടിക്കണോണ്ടാണ് ഈ നോയ്സ് കേൾക്കുന്നത്. ഓക്കെ, ഞാനൊന്ന് ഓഫ് ചെയ്യട്ടെ. ഓക്കെ, അപ്പം ഞങ്ങൾ ചേട്ടൻ റെഡിയായി, നമ്മൾ കോഫിയൊക്കെ കുടിച്ചു, ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിച്ചു, സെറ്റായി, എല്ലാവരും ഒന്ന് ഫ്രഷായി നമ്മൾ പുറത്തോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിസോർട്ടൊക്കെ ഒന്ന് കറങ്ങി കാണാം. നോക്കിയിട്ട് വരാം, ബാ.
അങ്ങനെ ഞങ്ങളിവിടെ നടക്കുവാണ്. ഇപ്പൊ മഴയൊക്കെ തോർന്നു. ഇപ്പൊ മഴയൊക്കെ ഒരുവിധം തോർന്നു കേട്ടോ. ഒരുവിധം ഇല്ല, ഫുൾ തോർന്നു. തമ്പുരു ഫുൾ സ്വെറ്ററിൽ ഇറങ്ങിയിരിക്കുകയാണ്. തമ്പുരു ഹായ് കാണിച്ചേ. ഹായ് പറഞ്ഞു. ഹായ് അറിയില്ലേ എന്നെ അങ്ങോട്ടൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. നമ്മൾ നോക്കുക നടക്കുവാണ്. ഓക്കെ, ഇവിടെയൊക്കെ ഓരോ ബെഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ടിരിക്കാൻ. ഇതാണ് മറ്റേ ഹിഡൻ അല്ല, ഒരു മറ്റേ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഫോർ കേക്ക് കട്ടിങ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഏരിയ. അതാണ്. ആളുണ്ടോ അതിനകത്ത്? അതിനകത്ത് മറ്റേ സെലിബ്രേഷൻ എന്തോ ഉണ്ടോന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. ഗൈസ്, നമ്മൾ ഡിന്നർ എത്തിയിട്ടുണ്ട്. നമ്മൾ റൂം സർവീസാണ് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞ. റെസ്റ്റോറൻറ്റ് പോയിരുന്നില്ല. തമ്പുരിൻ്റെ ഒരു ബഹളം കാരണം നമ്മൾ അങ്ങോട്ട് പോവില്ല. അപ്പം നാളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി, ചിക്കൻ ഗാർലിക് സലാഡ്. എന്തോ ചപ്പാത്തി, സലാഡ്, ചിക്കൻ ഗാർലിക് ആൻഡ് ഒരു സ്കൂപ്പ് ഐസ്ക്രീം. ഓക്കെ, അപ്പം ഡിന്നർ ഇതാണ് നമ്മുടെ. സലാഡ് ഞാൻ മെയിനായിട്ടും തമ്പുരുന്നാണ് പറഞ്ഞത്. അവളിതൊക്കെ കഴിക്കും, കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. അപ്പം നമുക്കും അതൊരു അല്ലേ ഒരു സൈഡ് ഡിഷുള്ള കഴിക്കാം. Next day morning. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെയായി. അവരൊന്നും എണീറ്റിട്ടില്ല, ഞാൻ മാത്രമേ എണീറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രഷ് ആയിട്ടിരിക്കും. തമ്പുരുവൊക്കെ എണീക്കുന്നതിന് മുന്നേ ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആവാമെന്ന് വിചാരിക്കുന്നത്. അതിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. കോംപ്ലിമെൻ്ററി 10 മണി വരെ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇപ്പോൾ 7 മണി ആയി. നല്ല തണുപ്പുണ്ട്. ഹലോ, അപ്പോൾ രാവിലെ ഒരാൾ ഇവിടെ എണീറ്റ് വന്നിരിപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തമ്പടി ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറഞ്ഞേ. മതി. ഹായ്. ഇങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. തമ്പടും ഇവിടെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ഹൗസ് ബ്രേക്ക്ഫാസ്റ്റ്? കൈ കഴുകി കൊടുക്കാനാണ് ഈ പറയുന്നത്. ഇതാണ് ഇവിടുത്തെ മോർണിംഗ് വ്യൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയൊരു വാട്ടർഫോളൊക്കെ കൊടുത്തിട്ടുണ്ട്. രാവിലെ എപ്പോഴാണ് നമ്മൾ റിസോർട്ട് നന്നായിട്ട് നടന്ന് കാണാൻ പറ്റുന്നത്. ഹലോ, ഞാൻ തമ്പുരുതാ ഇവിടെ ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കുവാണേ. ഈ ഫോണിൽ പാട്ടിട്ട് കൊടുക്കാത്തതിന്. അയ്യേ, എല്ലാവരും കളിയാക്കും. ഓക്കെ, ഞങ്ങൾ വെക്കേറ്റ് ചെയ്യുവാണ്. എല്ലാം പാക്ക് ചെയ്തു, എല്ലാം സെറ്റായി. ഇനി ഞങ്ങളിവിടെ അടുത്ത് കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ കണ്ടിട്ട് പോവാം എന്നുള്ള പ്ലാൻ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഇവിടെ ഫ്രണ്ടിൽ ഫുൾ ഇതാണ്, തേയിലത്തോട്ടമാണ് കേട്ടോ. ഇവിടെ
അടുത്തൊന്നും വേറെ ഒന്നും റിസോർട്ടോ വീടോ ഒന്നും ഇല്ല. ജസ്റ്റ് കണ്ടോ ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ, വെജിറ്റേറിയൻ റിസോർട്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങളിനി അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസൊക്കെ നോക്കി പോവാണ്. ഓക്കെ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചട്നി മമ്മിയിലെത്തി കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ കയറുന്നത്. സോ തമ്പുരു ഈസ് ഓൾസോ വെരി എക്സൈറ്റഡ്. ബാ നമുക്ക് അങ്ങോട്ട് പോവാം. താഴെ ഇറങ്ങി അമ്മേൻ്റെ കൈ പിടിച്ചു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. നമ്മളെ ഈ റെസ്റ്റോറൻ്റൊക്കെ കാണാൻ. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഫോട്ടോ എടുക്കുന്ന ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം മിമ്മിയുണ്ട്, മിമ്മി. ഇവിടെ എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേയുടെ മിമ്മിയുണ്ട്, മിമ്മി അത്. ഹലോ ഗായ്സ്, നമ്മൾ തിരിച്ചതാ ട്രിവാൻഡ്രം എത്തി. വീടെത്താറായി. നല്ല മഴയാണ് ഇവിടെ, നല്ല മഴ. തമ്പുരു ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ എത്തും, കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ആവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അയ്യോ, നല്ല കോലം. ടയേർഡായിട്ട് പണ്ടാളാണെങ്കിൽ ഒരു 5 മണിക്കൂറല്ലേ, 5 hours ഉണ്ട്. ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ കയറിയാൽ തന്നെ അത് കഴിഞ്ഞ് ഒരിടം നിർത്തിയില്ല, ഡയറക്റ്റ് വീട്ടിലോട്ടാണ്. സൈറ്റ് സീൻ കാണാൻ പോകുന്നൊക്കെ ഇടയ്ക്ക് അവിടെ പറഞ്ഞായിരുന്നു. ഒരു പള്ളി കയറി വെച്ച് ഞാൻ വീഡിയോ എടുത്തില്ല, കയറിയില്ല, ജസ്റ്റ് വെളി നിന്നേ ഉള്ളൂ. അടച്ചിട്ടേക്കായിരുന്നു അവിടെ. പിന്നെ വേറെ എവിടെയും കയറാൻ നിന്നില്ല, കാരണം നമുക്ക് ഇത്രയും ട്രാവൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ എവിടെയും പോയില്ല. മാത്രമല്ല മഴയും ആയിപ്പോയി. അപ്പോൾ ഇവിടെയൊക്കെ വെച്ച് കുറച്ച് റിസ്ക് ആണ്, അതുകൊണ്ട് ഇവിടെ കയറിയില്ല. അപ്പോൾ ഇതാ നമ്മുടെ വീടെത്താറേ. എന്തായാലും നല്ലൊരു അടിപൊളി സ്റ്റേ ആയിരുന്നു. നമ്മളവിടെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല റിസോർട്ടായിരുന്നു, നല്ല സർവീസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇനി കുട്ടിക്കാനത്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറാം. ഓക്കെ, അപ്പം ഞാൻ റിസോർട്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടാൻ മറക്കുക.